കേരളത്തിൽ 5 പേരുടെ ജീവനെടുത്തും നാശം വിതച്ചും കനത്ത മഴ തുടരുന്നു. കൊച്ചിയിൽ 1 മണിക്കൂറിനുള്ളിൽ 10 സെന്റിമീറ്റർ മഴയാണ് ഇന്ന് പെയ്തത്. നഗരത്തെ ആകെ മുക്കിയ മഴയ്ക്ക് കാരണം മേഘവിസ്ഫോടനമായിരുന്നു. നഗരത്തിന് മുകളിൽ 14 കിലോമീറ്റർ ഉയരമുള്ള കൂമ്പാര മേഘങ്ങളാണ് തിങ്ങിക്കൂടിയത്. കോട്ടയം ഇടമറുകിൽ ഉരുൾപൊട്ടി 7 വീടുകൾക്ക് കേടുപറ്റി. ആളപായമില്ല. എറണാകുളത്തും കോട്ടയത്തും റെഡ് അലർട്ട് തുടരുകയാണ്. ഇടുക്കിയിലെ മലയോര മേഖലയിൽ രാത്രിയാത്ര നിരോധിച്ചു. രാജ്യം അവസാനഘട്ട തിരഞ്ഞെടുപ്പിനോടടുക്കുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും ധ്യാനത്തിനൊരുങ്ങുന്നു. 2019 കേദാർനാഥിലായിരുന്നു എങ്കിൽ ഇത്തവണ ധ്യാനം കന്യാകുമാരിയിലായിരിക്കും. ഈ മാസം 30 വൈകുന്നേരം മോദി കന്യാകുമാരിയിലെത്തുമെന്നാണ് സൂചന. തുടർന്ന് വിവേകാനന്ദ പാറയിൽ ധ്യാനത്തിലിരിക്കും. അതേസമയം മോദിയെ ട്രോളിയും വിമർശിച്ചും രാഹുൽ ഗാന്ധി രംഗത്തെത്തി. മോദിക്ക് ഇനി അവശേഷിക്കുന്നത് 7 ദിവസം മാത്രം. ജൂൺ 4 ശേഷം BJPക്ക് ഗുഡ് ബൈ എന്നായിരുന്നു രാഹുലിന്റെ പ്രസംഗം. ഹോട്ടലുകളിലെ ഭക്ഷ്യവിഷബാധയേറ്റ ആളുകൾ മരിക്കുന്നത് കേരളത്തിൽ തുടരുന്നു. തൃശൂർ പെരിഞ്ഞനത്ത് സെയിൻ ഹോട്ടലിൽ നിന്നും പാഴ്സൽ ഭക്ഷണം വാങ്ങിക്കഴിച്ച പൊന്മാനിക്കുളം സ്വദേശി നുസൈബ ഇന്നലെ മരിച്ചു. ശനിയാഴ്ച രാത്രിയാണ് ഭക്ഷണം വാങ്ങിക്കഴിച്ചത്. ഇതേ ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ച 85 പേർക്ക് ഭക്ഷ്യവിഷബാധയേറ്റിരുന്നു. ഇപ്പോഴും 3 പേർ ചികിത്സയിലാണ്. 6 മാസം മുൻപ് ഇതേ പരാതിയിൽ സെയിൻ ഹോട്ടൽ അടച്ചുപൂട്ടിയതാണ്. പിഴയടച്ച് പിന്നീട് ഹോട്ടൽ തുറക്കുകയായിരുന്നു. ബാർക്കോഴ ആരോപണത്തിൽ ടൂറിസം മന്ത്രി PA മുഹമ്മദ് റിയാസിനെ വിടാതെ പിന്തുടരുകയാണ് പ്രതിപക്ഷവും VD സതീശനും. മന്ത്രിമാരായ റിയാസും രാജേഷും തമ്മിൽ പോര് എന്നതാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. മദ്യനയത്തിൽ ടൂറിസം വകുപ്പ് അനാവശ്യ തിടുക്കം കാട്ടി. ഇതൊന്നും എക്സൈസ് മന്ത്രി MB രാജേഷ് അറിയുന്നില്ല. എക്സൈസ് വകുപ്പിന്റെ അധികാരങ്ങൾ ടൂറിസം വകുപ്പ് തട്ടിയെടുത്തു തുടങ്ങിയ ആക്ഷേപങ്ങളാണ് ഇന്ന് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചത്. ഇന്നും MB രാജേഷ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് മന്ത്രിയുടെ പാലക്കാട്ടെ വീട്ടിലേക്ക് മാർച്ച് നടന്നു. യുവമോർച്ചയാണ് ഇന്ന് മാർച്ച് നടത്തിയത്. ക്യാമ്പിലെ അടിപിടിയിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറിയെയും ജില്ലാ സെക്രട്ടറിമാരെയും ഒക്കെ സസ്പെൻഡ് ചെയ്തതിന് പിന്നാലെ സംസ്ഥാന പ്രസിഡന്റിനെ ലക്ഷ്യം വെച്ച് KPCC അധ്യക്ഷൻ രംഗത്ത്. നെയ്യാർ ഡാമിൽ നടന്ന പഠന ക്യാമ്പിലേക്ക് തന്നെ ക്ഷണിക്കാതെ അപമാനിച്ചെന്ന പരാതി കേന്ദ്ര നേതൃത്വത്തെ സുധാകരൻ അറിയിച്ചു കഴിഞ്ഞു. 4 പേർക്കെതിരെ എടുത്ത അച്ചടക്ക നടപടി നീതിയുക്തമല്ലെന്നും സുധാകരൻ ആരോപിക്കുന്നു. അലോഷ്യസ് സേവ്യറിനെതിരെ സുധാകരൻ കടുത്ത നടപടി ലക്ഷ്യം വെക്കുമ്പോൾ അത് തടയാനുള്ള ശ്രമങ്ങളിലാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സ്വവർഗാനുരാഗികൾക്കെതിരായ പരാമർശത്തിൽ മാപ്പ് പറഞ്ഞ ഫ്രാൻസിസ് മാർപ്പാപ്പ. ഇറ്റാലിയൻ ബിഷപ്സ് കോൺഫറൻസിലാണ് സ്വവർഗാനുരാഗികളെ പൗരോഹിത്യ പരിശീലനത്തിന് അനുവദിക്കരുത് എന്ന് മാർപ്പാപ്പ പറഞ്ഞത്. സെമിനാരികൾ സ്വവർഗാനുരാഗികളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് എന്നും പോപ്പ് പറഞ്ഞിരുന്നു. സ്വവർഗാനുരാഗികളോട് ഇതുവരെ അനുഭാവപൂർവമായ സമീപനം സ്വീകരിച്ചിരുന്ന മാർപ്പാപ്പയുടെ പരാമർശത്തിനെതിരെ വലിയ വിമർശനം ഉയർന്നിരുന്നു. സമസ്ത ലീഗ് തർക്കം തൽക്കാലം അവസാനിക്കുന്നു എന്നത് ഇന്ന് കൂടുതൽ വ്യക്തമായി. ഇന്നലെ കോഴിക്കോട്ടെ സ്നേഹസദസ്സിൽ വേദി പങ്കിട്ടതിന് പിന്നാലെ ഐക്യ ആഹ്വാനം സാദിഖലി തങ്ങൾ ഇന്നും തുടർന്നു. സമസ്തയെയും പാണക്കാട് കുടുംബത്തെയും തെറ്റിക്കാൻ ആരും ശ്രമിക്കേണ്ട. ലീഗിന്റെ ശക്തി സമസ്തയും സമസ്തയുടെ ഊർജം ലീഗുമാണ് എന്നാണ് പുകഴ്ത്തൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം തിരിച്ചടിച്ചാൽ തർക്കം വീണ്ടും പൊട്ടിപ്പുറപ്പെടാം. അതേസമയം ലീഗിന് അവകാശപ്പെട്ട രാജ്യസഭാ സീറ്റിൽ ഒരു പുതുമുഖം വരുമെന്ന സൂചനയും ലീഗ് സംസ്ഥാന അധ്യക്ഷൻ ഇന്ന് നൽകി. മഴക്കെടുതിക്കൊപ്പം സംസ്ഥാനത്ത് മഞ്ഞപ്പിത്ത ഭീതിയും. കോഴിക്കോട് ആരോഗ്യ പ്രവർത്തക മരിച്ചു. തീക്കുനി സ്വദേശി മേഘനയ്ക്ക് മഞ്ഞപ്പിത്തം കണ്ടെത്തിയത് 3 ആഴ്ച മുൻപാണ്. കുറ്റ്യാടി താലൂക്ക് ആശുപത്രിയിലെ അനസ്തേഷ്യ വിഭാഗം ജോലിക്കാരിയായിരുന്നു മേഘന. ഇതോടെ 1 മാസത്തിനിടയിൽ സംസ്ഥാനത്ത് മഞ്ഞപ്പിത്തം ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 8ആയി. 595 പേർക്കാണ് മെയ് മാസത്തിൽ മാത്രം രോഗം പിടിപെട്ടത്. സിനിമകളുടെ OTT സാറ്റലൈറ്റ് അവകാശങ്ങളുടെ പേരിൽ തട്ടിപ്പ് നടത്തുന്ന സംഘമുണ്ടെന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ. നിലവിൽ OTT സാറ്റലൈറ്റ് അവകാശങ്ങൾ വാങ്ങുന്ന കമ്പനികളുടെയും പുതിയതായി വരാൻ പോകുന്ന വലിയ ഒരു കമ്പനിയുടെയും പേരിലാണ് തട്ടിപ്പ്. നിലവിൽ OTT അവകാശം വിറ്റുപോകാത്ത ചിത്രങ്ങളുടെ നിർമ്മാതാക്കളാണ് തട്ടിപ്പ് സംഘത്തിന്റെ ലക്ഷ്യമെന്നും ജാഗ്രത പാലിക്കണമെന്നും അസോസിയേഷൻ. സംവിധായകൻ ഒമർ ലുലുവിനെതിരായ ബലാത്സംഗ പരാതിയിൽ പോലീസ് കേസെടുത്തു. സിനിമയിൽ അഭിനയിക്കാൻ അവസരം നൽകാമെന്ന പേരിൽ പലപ്പോഴായി പീഡിപ്പിച്ചുവെന്നാണ് ആരോപണം.
എറണാകുളം സിറ്റി പോലീസ് കമ്മീഷണർക്ക് നടി നൽകിയ പരാതി നെടുമ്പാശ്ശേരി പോലീസിന് കൈമാറി. നടി വ്യക്തിവിരോധം തീർക്കുന്നുവെന്നാണ് ഒമർ ലുലുവിന്റെ വാദം. നടിയുമായി നേരത്തെ സൗഹൃദമുണ്ടായിരുന്നു, എന്നാൽ പിന്നീട് തെറ്റിപ്പിരിഞ്ഞു. സൗഹൃദം തകർന്നതിലുള്ള വിരോധമാണ് പരാതിക്ക് പിന്നിലെന്നും സംവിധായകൻ പറയുന്നു.